ഹലോ, മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ഈ പറമ്പിക്കൂടി എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നറിയോ? അന്ന് ഞാൻ കാണിച്ചെന്ന വിനയ കുനയന്മാരിൽ ഒരാളിതാ നമ്മൾ ഇന്ന് എടുക്കുകയാണ്. ഒരു ചക്ക എരിശ്ശേരി വെക്കാനുള്ള പുറപ്പാടിലാട്ടോ. വീഡിയോസൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് എടുക്കാറ്, പക്ഷേ ഇന്ന് ചക്ക ആദ്യമായിട്ട് മുറിക്കുന്നത് കൊണ്ട് എനിക്കൊരു ക്യാമറമാൻ്റെ സഹായം വേണ്ടി വന്നു. ഇതുപോലെ ചെറിയ ചെറിയ പീസസാക്കി ഇളക്കിയിടാൻ എളുപ്പമുണ്ടാകും കേട്ടോ. അപ്പോൾ ചക്ക ചെറുതായിരുന്നെങ്കിലും ചുളയൊക്കെ അത്യാവശ്യം വലുത് തന്നെയായിരുന്നു. ചക്കയും അതിൻ്റെ കുരുവും ഇതുപോലെ നുറുക്കിയിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് അത് മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വിസിലേക്കാൻ വെക്കുക കേട്ടോ. പിന്നെ ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും തേങ്ങയും പച്ചമുളകും, ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചെറിയ ജീരകവും. പിന്നെ പ്രത്യേകമായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കുരുമുളകിൻ്റെ മണി വേണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ശരിക്കും ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇടും, പക്ഷേ ഞാൻ ചക്കയിൽ ഇട്ടത് കുറച്ച് കൂടി പോയതുകൊണ്ട് മാത്രം ഇതിൽ ഇട്ടില്ല. അപ്പോൾ ഇത് ചക്ക റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അതൊന്ന് ഉടച്ചെടുത്തിട്ട് ഇത് കറി താളിച്ചൊഴിക്കുക കേട്ടോ. ഇത് ക്ലിയർ അല്ലാന്ന് എനിക്കറിയാം. ഇതായിരുന്നു നമ്മുടെ ഫൈനൽ. ഇതാണ്